അപ്പൊ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, ഓണപരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടം വരെ എത്തി നമ്മള്? ഇനി 13ാമത്തെ ചോദ്യം അല്ലേ? അപ്പൊ 13ാമത്തെ ചോദ്യം മാളവിക എഴുന്നേറ്റിട്ട് ഒന്ന് വായിച്ചാട്ടെ. നിൽക്കോ, എന്താ ചോദ്യത്തിന്റെ അർത്ഥം? കൺസിഡർ ദ സീക്വൻസ് ഓഫ് all 3-digit numbers which are multiples of വിഭാസെ 7. എന്തോ മാളവിക ചോദ്യത്തിന്റെ അർത്ഥം? അങ്ങനെ ഒന്നും അർത്ഥം പറയുന്നത്. ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് വായിച്ചിട്ട് വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ മലയാളത്തെ അർത്ഥമാവോ? ഇല്ല, അവിടെ ഇങ്ങോട്ട് പറയണം. 7ന്റെ മൾട്ടിപ്പിളായ 7ന്റെ ഗുണിതമായ 3-digit നമ്പറുകളുടെ 3 അക്ക സംഖ്യകളുടെ സീക്വൻസ് ശ്രേണി എഴുതണം. എല്ലാവരും ബുക്കടച്ച് വെച്ച് ഞങ്ങൾ നോക്കിയിരിക്കാം. മൊത്തം പേര് ബുക്കടച്ച് നോക്കെടുത്ത് നോക്കി. അപ്പൊ എന്ന് പറയുമ്പോ നമുക്ക് എവിടം മുതൽ എവിടം വരെയുള്ള നമ്പറുകളാണ് വേണ്ടത്? എവിടം തൊട്ട് എവിടം വരെയുള്ള നമ്പരാ വേണ്ടത്? 100 തൊട്ട് 999 വരെയുള്ള നമ്പരാണ് വേണ്ടത്. ഇതിലെ എല്ലാ നമ്പരും വേണോ? വേണ്ട. എങ്ങനെയുള്ള നമ്പർ മതി? മൾട്ടിപ്പിൾ ഓഫ് 7, 7ന്റെ മൾട്ടിപ്പിൾ ആയ നമ്പർ മതി അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം 100 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല. 101 ഇല്ല. 102 ഇല്ല. 103 ഇല്ല. 104 ഇല്ല. 105 ആണ്. അപ്പോ ആദ്യത്തെ 7ന്റെ മൾട്ടിപ്പിൾ ആയ 3-digit നമ്പർ 3 അക്ക സംഖ്യ എത്രയാണ്? 105. ഇനി അങ്ങോട്ട് ബാക്കിയുള്ളവരെ എഴുതാനുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്താൽ മതി? 7 വെച്ച് കൂട്ടി എഴുതുക. 105നോട് 7 കൂട്ടിയാൽ 112. 112നോട് 7 കൂട്ടിയാൽ 119 എക്സെട്ര. ഇനി 999 വരെ ഉള്ളതിലെ അവസാനത്തെ ആൾ ആരാന്ന് പറഞ്ഞേ? അപ്പൊ ഈ സ്വഭാവമുള്ള അവസാനത്തെ നമ്പർ എത്രയാണ്? 994, 994. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. കുട്ടി എന്താണ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ? വായിക്കൂ. ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിലെ ഫസ്റ്റും ലാസ്റ്റും ടേമുകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ ആളും അവസാനത്തെ ആളും എത്രയാണ്? ആദ്യത്തെ ആൾ എത്ര? അടുത്തയാള് 105, അവസാനത്തെ ആള് 994. അപ്പോ ഒന്നാമത്തെ ആൻസറായി. ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം ഈക്വൽ 105. ലാസ്റ്റ് ടേം ഈക്വൽ 994. ശരി. അടുത്ത പറഞ്ഞാട്ടെ. ഇരിക്കും. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബുക്കൊന്നും തുറക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. ഈ സീക്വൻസിൽ മൊത്തം എത്ര പേരുണ്ട്? മൊത്തം എത്ര പേര്? 2 രീതിയിൽ തന്നെ ഉത്തരം കണ്ടുപിടിക്കാം. ഇരിക്കും. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് അല്ലേ? പദങ്ങളുടെ എണ്ണം സമം n. അത് കണ്ടുപിടിക്കാൻ എന്തോ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ. xn മൈനസ് x1 ബൈ d പ്ലസ് 1. xn എത്ര അരോഷേ? അരോഷ മാത്രം, വേറെ ഇരുന്ന് പറയണ്ട. എത്ര xn? 200 പറഞ്ഞു. 994. മൈനസ് x1 105 ബൈ d എത്ര? 7 പ്ലസ് 1. പറഞ്ഞ അരോഷയെ 994 നിന്ന് 105 കുറച്ചാൽ എത്ര കിട്ടും? അരോഷയുടെ ബുക്കിനകത്തില്ലേ? നോക്കി പറയൂ. 994 നിന്ന് 105 കുറച്ചാൽ എത്ര കിട്ടും? കുറച്ചില്ലേ? ഓക്കെ. 994 നിന്ന് 105 കുറയ്ക്കുന്നു. 4ൽ നിന്ന് 5 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരും ഞാൻ ബുക്കൊക്കെ അടച്ചു വെക്കാൻ പറഞ്ഞായിരുന്നു. അപ്പൊ കടമെടുക്കുമ്പോ ഇവിടെ എത്ര വരും? 14, ഇവിടെ 8. 14ൽ നിന്ന് 5 കുറച്ച് പറഞ്ഞ്
തിരിച്ചാലോചിക്കുക, 5നോട് എത്ര കൂട്ടിയാൽ 14 കിട്ടും? ആ 9. 8ൽ നിന്ന് 0 കുറച്ചാൽ 8 ആണോ? 9ൽ നിന്ന് 1 കുറച്ചാൽ 8. അപ്പൊ എത്ര കിട്ടും ആൻസർ? 889 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 1. ഇനി 889നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 8നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ലേ? എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. അപ്പോ 1 7 7. 8ന് 7 കുറച്ചാൽ 1. അടുത്ത ആളെ താത്തിറക്കി 18 പറഞ്ഞട്ടെ. 7 2 14 ശിഷ്ടം 4 49. 7 7 49. അപ്പൊ എത്ര കിട്ടും? 127 പ്ലസ് 1. ആൻസർ 128. അപ്പൊ ഈ സീക്വൻസിൽ മൊത്തം എത്ര പേരുണ്ട്? 128 പേര് ഉണ്ട്. ഇതേ ആൻസർ തന്നെ നിങ്ങൾക്ക് വേറെ രീതിയിലൂടെ കണ്ടുപിടിക്കാം. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ തുറക്കട്ടെ. എങ്ങനെയാന്ന് ചോദിച്ചാൽ ഈ സെക്കൻഡ് പാർട്ടിന്റെ എഴുതാൻ പറഞ്ഞില്ല. സെക്കൻഡ് പാർട്ടിന്റെ മറ്റൊരു മെത്തേഡാണ് ഈ അവസാനത്തെ ആളായ 994 ഉണ്ടല്ലോ, 994. അയാളെ നിങ്ങള് XN ആയിട്ട് എടുക്കണം. എന്തെടുക്കണം? അപ്പൊ എന്ത് ടൈം ഈക്വൽ XN ഈക്വൽ 994. ഈ XN കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഇല്ലേ? എന്താ ഫോർമുല? വിച്ച് ഇംപ്ലൈസ് F പ്ലസ് n-1 into D ഈക്വൽ 994. അറിയാവുന്നവരൊക്കെ വില കൊടുക്കാം. F എത്ര? 105 പ്ലസ് n-1 into D എത്ര? 7 ഈക്വൽ 994. അപ്പോ n-1 into 7 ഈക്വൽ 994. ഈ 105 ഇവിടെ എന്ത് ചെയ്തേക്കും? ആഡ് ചെയ്തേക്കും. ഇത് അപ്പുറത്ത് കൊണ്ടുപോയാൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? മൈനസ് 105. അപ്പോൾ n-1 into 7 ഈക്വൽ കുറച്ച് പറഞ്ഞ് 994 105. ഇപ്പൊ മുമ്പ് കുറച്ചല്ലായിരുന്നു? 889. അപ്പോൾ n-1 ഈക്വൽ 889. ഇവിടെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പുറത്ത് കൊണ്ടുപോയാൽ ഡിവൈഡ് ചെയ്യും. അപ്പോൾ n-1 ഈക്വൽ ഇത് മുമ്പ് ഡിവൈഡ് ചെയ്തല്ലേ 120. അപ്പൊ n ഈക്വൽ 127. ഈ -1 അപ്പുറത്ത് പോട്ടെ, +1. അപ്പൊ n ഈക്വൽ 120. ഇങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. രണ്ടും ഏതാണ്ട് സിമിലർ സ്റ്റെപ്പ്. എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് നമ്പർ കണ്ടാ മനസ്സിലാവും. അപ്പുറത്ത് ചെയ്ത അതേ നമ്പറുകളൊക്കെ തന്നെയാണ് ഇപ്പുറത്തും വരുന്നത്. ഇനി എല്ലാരും ബുക്ക് തന്നെ ഒന്ന് കാണിച്ചാട്ടെ. ഈ സീക്വൻസിലെ ബുക്കടച്ചു നോക്ക. ഈ സീക്വൻസിലെ ഈ ശ്രേണിയിലെ എല്ലാ ടേമുകളുടെയും എല്ലാ പദങ്ങളുടെയും തുക സമ്മ കണ്ടുപിടിക്കും. അപ്പോ സമ്മ കണ്ടുപിടിക്കാൻ, തുക കണ്ടുപിടിക്കാൻ നമ്മൾക്ക് 2 ഇക്വേഷൻ ആണ് ഉള്ളത്. അതിലെ ഏത് ഉപയോഗിക്കും ദേവിക? നമ്മളിവിടെ n/2 into x1 plus xn. അതെന്താ ദേവിക ഈ ഫോർമുല സെലക്ട് ചെയ്യാനുള്ള കാരണം? ഫസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട്, ലാസ്റ്റ് ടേം നമ്മുടെ കയ്യിലുണ്ട്, നമ്പർ ഓഫ് ടേംസും ഉണ്ട്. എത്ര ആയിരുന്നു n? 128. അപ്പൊ yes 128 ഈക്വൽ 128 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു x1 994 105 പ്ലസ് xn 994. 128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇതുവേ 6 2 12 2 4 8 64 ഇൻറ്റു 105 പ്ലസ് 994 1099 ആണോ? 5 4 9 9 9 1 10. ഇത് രണ്ടോടെ ഗുണിച്ചപ്പോ എത്ര കിട്ടി? എത്ര?
70 അതോ 336 70,336 70,336 ഇങ്ങനെയാണ് ഉത്തരം കിട്ടിയത്. നോക്കി, ഇങ്ങനെയാണ്. അപ്പൊ 14ാമത്തെ ചോദ്യം ഇതാണ്, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 വിഭാസെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 30 നാച്ചുറൽ നമ്പറുകളുടെ 30 എണ്ണൽ സംഖ്യകളുടെ സമ്മ കണ്ടുപിടിക്കണം, തുക കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ 1 + 2 + 3 + എക്സെട്രാ പ്ലസ് എവിടം വരെ 30 വരെ. ഇങ്ങനെ ഒന്നിൽ തുടങ്ങി തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പറുകളുടെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ, സമ്മ കണ്ടുപിടിക്കാൻ എന്തോ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്തുവായിരുന്നത്? n × n+1/2. അപ്പൊ ഇവിടെ എന്നിന്റെ വില എത്ര? എന്നിന്റെ വില എത്ര? 30. 30 × 30 + 1 31/2. 30ഉം 2 കൂടെ വെട്ടിയാൽ 15. 31 × 15 460. നോക്കട്ടെ, 465. 465. ഒന്നാമത്തെ പാർട്ട് എല്ലാവരുടെയും ശരിയാണോ നോക്കിക്ക്. അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, calculate the sum of first 30 natural numbers which are multiples of 4. ഇരിക്കും, ബുക്കടച്ചു നോക്കുക, ബോർഡിലേക്ക് നോക്കാം. സാർ ആ വായിച്ചതിന് അർത്ഥം ഒന്ന് പറയാമോ? അപ്പൊ അവിടുന്ന് പറയണം, 4ന്റെ മൾട്ടിപ്പിളായ 4ന്റെ ഗുണിതമായ 30 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കണം. ചോദ്യം തെറ്റിദ്ധരിക്കരുത്, 30 നാച്ചുറൽ നമ്പറിന്റെ സമ്മാണ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്, അതല്ല ചോദ്യം. പിന്നെ 4ന്റെ മൾട്ടിപ്പിളായ 4ന്റെ ഗുണിതമായ ആദ്യത്തെ 30 നാച്ചുറൽ നമ്പറിന്റെ സമ്മാണ്, തുകയാണ് വേണ്ടത്. ഇരിക്കും സാർ. അങ്ങനെ പറയുമ്പോഴേ ഈ 4ന്റെ മൾട്ടിപ്പിളായ 4ന്റെ ഗുണിതമായ നമ്പറുകൾ ആരൊക്കെയാണ്? 4, 8, 12, 16, 12 മതി. ഓക്കെ, എക്സെട്രാ. ഒരു ചെറിയ ചോദ്യം, 30 പേരുടെ കാര്യമല്ലേ വെച്ചേക്കുന്നത്? ആ 30ാമത്തെ 4ന്റെ മൾട്ടിപ്പിൾ എത്ര? അറിയത്തില്ല. 30ാമത്തെ 4ന്റെ മൾട്ടിപ്പിൾ എത്ര? 120. എങ്ങനെ കിട്ടി? ഒന്നാമത്തെ മൾട്ടിപ്പിളായ 4 കിട്ടാൻ 4നെ 1 കൊണ്ട് ഗുണിച്ചു. രണ്ടാമത്തെ മൾട്ടിപ്പിളായ ഗുണിതമായ 8 കിട്ടാൻ 4നെ 2 കൊണ്ട് ഗുണിച്ചു. മൂന്നാമത്തെ മൾട്ടിപ്പിളായ മൂന്നാമത്തെ ഗുണിതമായ 12 കിട്ടാൻ 4നെ 3 കൊണ്ട് ഗുണിച്ചു. അപ്പൊ 30ാമത്തെ മൾട്ടിപ്പിൾ കിട്ടാനും 4നെ 30 കൊണ്ട് ഗുണിക്കണം. അത്ര ഓക്കെ ആണല്ലോ. ഇവരുടെ എന്തോ കണ്ടുപിടിക്കണം? സമ്മാണ്. അതായത് 4 + 8 + 12 + 120. നിങ്ങൾ പലരും ചെയ്ത മെത്തേഡ് ഞാൻ പറയാം. നിങ്ങൾ ചെയ്തതെന്ന് പറയുന്നത് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ടേം 4 ആണ് അല്ലേ? ഇതിന്റെ കോമൺ ഡിഫറൻസ് 4 ആണ്. ഇതിന്റെ ലാസ്റ്റ് ടേം 120 ആണ്. ഇതിന്റെ നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ട് 30. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇത് തൊട്ട് മുമ്പിലത്തെ പാർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്യാം. ഇതിനകത്ത് നിന്നെല്ലാം ഒരു 4നെ കോമൺ ആയിട്ട് എടുക്കാം. ആരെ കോമൺ ആയിട്ട് എടുക്കാം? 4. അങ്ങനെ 4നെ കോമൺ എടുത്താൽ പിന്നെ എന്തൊക്കെ വരും? 4നകത്ത് നിന്ന് 4 പോന്നാൽ 1, 8നകത്ത് നിന്ന് പോന്നാൽ 2, 12 പോന്നാൽ എക്സെട്രാ 120, 30. ശരിയാണോ? ഹലോ, ശരിയാണോ? ഈക്വൽ 4 × ഇത് കണ്ടിട്ട് വല്ല പരിചയമുണ്ടോ?
അതല്ലേ 1+2+3+etc+30 എന്ന് മുകളിൽ എഴുതി വെച്ചേക്കുന്നത്. എത്ര അത്? 400 അല്ലേ? 1+2+3+etc+30 ആൻസർ അല്ലേ 465. 4 × 465 എത്ര? 1860. 1860 ആണോ? 1860. ബുക്ക് തുറന്നോ. ഇങ്ങനെയാണോ ചെയ്തേക്കുന്നത്? നോക്കിക്കേ. ഇപ്പൊ ഞാൻ ബോർഡ് ചെയ്തേക്കുന്ന പോലാണോ ചെയ്തേക്കുന്നേ? അതിന്റെ തേർഡ് സബ് ക്വസ്റ്റ്യൻ നമ്മുടെ ആദിത്യൻ ഒന്ന് വായിച്ചേ. ആ ഇരിക്കും. ഇനിയുണ്ടോ? അത് നമുക്ക് അടുത്ത് ചെയ്യാം. ചെയ്തിട്ട് നമുക്ക് ബാക്കിയിലേക്ക് വരാം. കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 30 ടേംസ്. എത്ര ടേമിന്റെ സമ്മാണ്? 30 ടേമിന്റെ സമ്മ. എങ്ങനെ? ഓഫ് ദ സീക്വൻസ് ഒബ്റ്റൈൻഡ് ബൈ മൾട്ടിപ്ലൈയിങ് ദ നാച്ചുറൽ നമ്പേഴ്സ് ബൈ 4 ആൻഡ് ദെൻ ആഡിങ് 1. അർത്ഥം നാച്ചുറൽ നമ്പറുകളെ നമുക്കറിയാം 1, 2, 3 എക്സെട്ര ഇവരാണ്. ഇവരെ എല്ലാവരെയും എത്ര കൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട്. ഗുണിച്ചാൽ മാത്രം പോരാ, അതിനോടെല്ലാം എത്ര കൂട്ടണം? അതായത് 1 × 4 +1 ആണോ? പ്ലസ് 2 × 4 +1 ആണോ? പ്ലസ് 3 × 4 +1 എക്സെട്ര. എവിടം വരെയായിരുന്നു? 30 ടൈം. അപ്പൊ 30ാമത്തെ ടൈം പറഞ്ഞു 30 × 4 +1. ശരിയാണോ? ഹലോ വിവാസം, ഈ സമ്മാണോ ഉദ്ദേശിക്കുന്നത്? ഈ എഴുതിയിരിക്കുന്ന സമ്മാണ്. പുള്ളി തിരക്കിലായിരുന്നു. അല്ല, ഈ എഴുതിയിരിക്കുന്ന സമ്മാണോ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആണെന്ന് പറയടാന്ന് അപ്ന പറഞ്ഞു. എന്തൊരു സഹായമുള്ള മനുഷ്യനാണെന്നറിയാം. അല്ലെ, അത് ഞാൻ എഴുതിയേക്കുന്ന ശരിയാണോ എന്നാണ് ചോദ്യം. ഞാൻ ആവണി വേണ്ടി ഈ സമ്മിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. എങ്ങനെ അറിയാമോ? 1 × 4 +2 × 4 +3 × 4 എക്സെട്ര +30 × 4. വല്ല മനസ്സിലായോ? ഇല്ല, ഒന്നും മനസ്സിലായില്ല. എല്ലാത്തിനകത്തിലെ ആദ്യത്തെ ബ്രാക്കറ്റ് എടുത്ത് ആദ്യം ഞാനങ്ങ് കൂട്ടി. കുഴപ്പത്തിലുണ്ട്. പിന്നെ ആരുണ്ട് എല്ലാ ബ്രാക്കറ്റിലും മിച്ചം? ഒരൊന്നുണ്ട്. എത്ര ബ്രാക്കറ്റിൽ? 30 ബ്രാക്കറ്റിനകത്തിലെ 1 കൂട്ടാനുണ്ട്. എങ്ങനെ കൂട്ടും? ഒന്നെന്ന് പറയുന്ന നമ്പര് 30 ബ്രാക്കറ്റിൽ കൂട്ടാനുണ്ട്. ഉത്തരം 30. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എഴുതാം. 1 × 30. 1 × 4 4, 2 × 4 8, 3 × 4 12 എക്സെട്ര 30 × 4 120 പ്ലസ് 1 × 30. ഇത് കണ്ടിട്ട് വല്ല പരിചയമുണ്ടോ? ഇല്ല. 4 + 8 + 12 എക്സെട്ര +120 ആരാ? അതല്ലേ സെക്കൻഡ് പാർട്ടി. നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചേ. 4ന്റെ മൾട്ടിപ്പിൾസിന്റെ സമ്മല്ലേ? അതെത്ര? 1800. അപ്പൊ 1860 + 30. അപ്പൊ ആൻസർ 1800. ഇതും ചിലപ്പോൾ നിങ്ങൾ മറ്റൊരു മെത്തേഡിലായിരിക്കും ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിന് പകരം ഈ മെത്തേഡ് വോട്ട് എന്തോ ഏത് സീക്വൻസിന്റെ ഏത് സീക്വൻസ്? ഒന്നാമത്തെ സീക്വൻസോ രണ്ടാമത്തെ സീക്വൻസോ അത് ഇപ്പൊ പറഞ്ഞേക്കുന്ന മൂന്നാമത്തെ സീക്വൻസോ? വേണ്ട, ഈ പറഞ്ഞേക്കുന്ന സീക്വൻസ്. ഏത് സീക്വൻസ്? നാച്ചുറൽ നമ്പറുകളെ, എണ്ണൽ സംഖ്യകളെ 4 കൊണ്ട് ഗുണിച്ച്, അനുഷ്കെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1 വിഭാസയെ കൂട്ടുന്ന സീക്വൻസിന്റെ ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനോ? സീക്വൻസിന്റെ ആദ്യത്തെ n ടേംസിന്റെ എന്ത് കണ്ടുപിടിക്കണം? സമ്മ കണ്ടുപിടിക്കണം. അപ്പൊ നിക്കട്ടെ. ഇങ്ങനെ എഴുതി വരുമ്പോ
എക്സെട്ര ഇട്ട് ലാസ്റ്റ് ഒരു ടേം വരുത്തില്ലേ, എൻ ടേംസിന്റെ എന്നല്ലേ പറഞ്ഞേക്കണം. അപ്പൊ ആ എന്നാമത്തെ ടേം എന്ന് പറഞ്ഞു, ആ 1 into 4, 2 into 4, 3 into 4, എക്സെട്ര 30 into 4 വരെ വെച്ച്. ആ അരോഷേ n into 4, n into 4 അല്ലേ, ആണോ? ഇനി അതിൻ്റെ കൂടെ എന്തുകൂടെ കൂട്ടണം? ആ പ്ലസ് 1 കൂടെ കൂട്ടണം, പ്ലസ് 1 കൂടെ കൂട്ടണം. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അപ്പൊ ഇവിടെ ഒരു പ്ലസ് ഉണ്ട് കേട്ടോ. ഇതെന്ത് ഇടയ്ക്ക് എക്സെട്ര ആയിട്ട് വെച്ചേക്കുന്നത്? ആ ഇനി അങ്ങോട്ട് ആളുകളുണ്ട്. അപ്പൊ അവർ നമ്മൾ എഴുതിയ 1 into 4 പ്ലസ് 2 into 4 പ്ലസ് 3 into 4 പ്ലസ് എക്സെട്ര 30 into 4 പകരം നിങ്ങൾ അപ്പൊ എന്തോ എഴുതും? 30 into 4 പകരം n into 4 പ്ലസ് മുമ്പേ 30 പേരുള്ളത് കൊണ്ടാണ് 1 into 30 എന്ന് എഴുതിയത്. ഇവിടെ ഇപ്പൊ എത്ര പേരുണ്ട്? ഹലോ മാഡം, എത്ര പേരുണ്ട്? n ആളുകളുണ്ട്. അപ്പൊ ഇവിടെ എന്തോ വരും? n into 30. ഇനി ഇതിനകത്തിലൊന്ന് പറഞ്ഞേ, 1 into 4 4 പ്ലസ് 2 into 4 8 പ്ലസ് 3 into 4 12 പ്ലസ് എക്സെട്ര പ്ലസ് n into 4 n into 4 4n 4n പ്ലസ് 4n പ്ലസ് 4n പ്ലസ് അപ്പൊ അങ്ങനായോ സംഗതി? ഈ സീക്വൻസിന്റെ ആദ്യത്തെ n ടേംസിന്റെ 14ന്റെ എ പാർട്ടിന്റെ ലാസ്റ്റ് പാർട്ട്, കാൽക്കുലേറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിലെ ആദ്യത്തെ n ടേംസിന്റെ സം കണ്ടുപിടിക്കണം. അപ്പൊ അന്നെന്താ സംശയം? ഇവിടെ n ഇൻറ്റു എങ്ങനെ വന്നു എന്നാണോ? എവിടാ? സോറി, n into 30ക്ക് പകരം n into കാരണം ഒന്നെന്ന് പറയുന്ന നമ്പറാണ് n പ്രാവശ്യം കൂട്ടി വെച്ചേക്കുന്നത്. അപ്പൊ n into മുമ്പേ നിങ്ങൾ 30 into 1 എന്ന് എഴുതിയില്ലേ, അതിന് പകരം എന്ത് എഴുതി വെക്കണം? n into 1. അപ്പോഴേ ഇതിന്റെ സമ്മ് വേണം. ഏതിന്റെയാ? 4 പ്ലസ് 8 പ്ലസ് 12 പ്ലസ് എക്സെട്ര പ്ലസ് 4n സമ്മ് വേണം. അതെങ്ങനെ വരും? 4 അധികം 8 അധികം 12 അധികം എക്സെട്ര പ്ലസ് എന്നിങ്ങനെ പോകുന്ന ആ 4ന്റെ മൾട്ടിപ്പിളായ സീക്വൻസ് ഉണ്ടല്ലോ, ആ സീക്വൻസിന്റെ n ടേംസിന്റെ സമ്മ് വേണം. അങ്ങനെ കണ്ടുപിടിക്കും. 14ാമത്തെ ചോദ്യത്തിന്റെ എ പാർട്ടിന്റെ തേർഡ് പാർട്ടിൽ 2 ചോദ്യമാണ് ഉണ്ടായിരുന്നത്. അതിലെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം. 1 2 3 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന നാച്ചുറൽ നമ്പർ സീക്വൻസിനെ, എണ്ണൽ സംഖ്യകളുടെ ശ്രേണിയെ ആദ്യം എത്ര കൊണ്ട് ഗുണിക്കണം? ആദ്യം എത്ര കൊണ്ട് ഗുണിക്കണം? അതാണ് 1 into 4, 2 into 4, 3 into 4. നമ്മൾ മുമ്പത്തെ പാർട്ട് എഴുതിയപ്പോഴാണ് ഇവിടെ എന്തോ എഴുതിയത്? ഹലോ, ഇവിടെ എന്തോ എഴുതിയത്? 30 into 4 എന്ന് എഴുതിയത്. ഇവിടെ ഇപ്പൊ എത്ര ടേമിന്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്? n ടേംസിന്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അവസാനത്തെ ആളിനെ എങ്ങനെ എഴുതും? n into അപ്പൊ നമ്മൾ നാച്ചുറൽ നമ്പറിനെ, എണ്ണൽ സംഖ്യയെല്ലാം എത്ര കൊണ്ട് ഗുണിച്ചു? 4 കൊണ്ട് ഗുണിച്ചു. ഇനി എത്ര കൂട്ടണം? എത്ര കൂട്ടണം? 1 കൂട്ടണം. അതാണ് +1 +1 +1 എക്സെട്ര അവസാനത്തെ ടേമിലും +1. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഇനി ഈ സമ്മ നേരിട്ട് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ ഇതിനെ 2ആയി സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനൊക്കെ? 1 into 4 പ്ലസ് 2 into 4 പ്ലസ് 3 into 4 എക്സെട്ര അവസാനത്തെ ടേമിൽ നിന്ന് n into 4. അത്രയും പേരെ ഒരുമിച്ചെടുത്തു. ഇനി ആദ്യത്തേനിൽ ഒന്നാമത്തെ ബ്രാക്കറ്റിൽ ഒരു 1 ഉണ്ട്, രണ്ടാമത്തെ ബ്രാക്കറ്റിൽ ഒരു 1 ഉണ്ട്, മൂന്നാമത്തെ ബ്രാക്കറ്റിൽ ഒരു 1 ഉണ്ട്. അങ്ങനെ അവസാനം എന്നാമത്തെ ബ്രാക്കറ്റിലും ആരുണ്ട്? ഒരു 1 ഉണ്ട്. അപ്പൊ 1 എത്ര പ്രാവശ്യം കൂട്ടണം? n പ്രാവശ്യം കൂട്ടണം. 1നെ n പ്രാവശ്യം കൂട്ടുന്നതിന് പകരം
പകരം ഒന്നിനെ 5 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം ഒന്നിനെ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒന്നിനെ 10 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം ഒന്നിനെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒന്നിനെ 50 പ്രാവശ്യം കൂട്ടുന്നതിന് പകരം ഒന്നിനെ 50 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ ഒന്നിനെ n പ്രാവശ്യം കൂട്ടുന്നതിന് പകരമോ ഒന്നിനെ n കൊണ്ട് ഗുണിച്ചാൽ മതി. അതാണ് n × 1. ഓക്കെയോ? ശരി. അവണി 1 × 4 ഒരു സ്റ്റെപ്പ് വരാനുണ്ട്. 1 × 4 4, 2 × 4 8, 3 × 4 12 എക്സെട്ര പ്ലസ് n × 4 4n പ്ലസ് n × 1 n. ഇതാരാണ് ഈ 4 + 8 + 12 + എക്സെട്ര പ്ലസ് 4n എന്ന് പോകുന്ന സീക്വൻസ് ആരാണ്? ആരുമല്ലേ? അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതാരാണ്? അതിന്റെ ഫസ്റ്റ് ടേം എത്ര? 4. അതിന്റെ കോമൺ ഡിഫറൻസ് എത്ര? 4. അതിന്റെ ലാസ്റ്റ് ടേം എത്ര? 4n. അപ്പൊ സം എങ്ങനെ കണ്ടുപിടിക്കും? Sn = n/2 × x1 + xn. അപ്പോൾ n/2 × x1 ആരാ? 4. 4 + xn ആരാ? 4n. n/2 അകത്തോട്ട് ഗുണിക്കുന്നു. n/2 × 4 പ്ലസ് n/2 × 4n. ഈ രണ്ടും ഈ 4 കൂടെ വെട്ടിയാൽ 2 എന്ന് കിട്ടത്തില്ലേ? n × 2 2n പ്ലസ് n × 2n. ആൻസർ 2n². അപ്പൊ ഈ ഒന്നാമത്തെ ബ്രാക്കറ്റിന് പകരം നമുക്ക് എന്ത് എഴുതി വെക്കാം? 2n² പ്ലസ് 2n. ഇനി അവസാനത്തെ ഒരു എന്നോട് കിടപ്പില്ലേ? അപ്പൊ 2n² പ്ലസ് 2n പ്ലസ് n ആരാ? 3n. ഇതാണ് ഈ സീക്വൻസിന്റെ n ടേംസിന്റെ സമ്മം. എഴുതിയാട്ടെ. ഞാനിപ്പോ എഴുതിയ മെത്തേഡ് ചെയ്യാനാണ് ചോദ്യം ഇട്ട കവി ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവരും യേശുദാസ് അല്ലല്ലോ. അപ്പൊ അല്ലാത്തവർക്ക് ഉത്തരം എഴുതണമല്ലോ. ശ്രദ്ധിക്കും. ഇനി അല്ലാതെ ഒരാൾ ഇതിന്റെ ഉത്തരം എഴുതുകയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ സീക്വൻസിനെ കുറിച്ച് എന്താണ് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ? നാച്ചുറൽ നമ്പേഴ്സിനെ എണ്ണൽ സംഖ്യകളെ 4 കൊണ്ട് ഗുണിക്കണം. എന്നിട്ട് 1 കൂട്ടണം. പറഞ്ഞാട്ടെ. 1 × 4 4 4 + 1 5. അപ്പൊ ആ സീക്വൻസിലെ ആദ്യത്തെ ആള് 5. അടുത്ത ആള് 2 × 4 അതും അറിയത്തില്ല. 8 8 + 1 9. അടുത്തയാള് 3 × 4 12 12 + 1 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന സീക്വൻസിന്റെ n ടേംസിന്റെ സമ്മല്ലേ ചോദിച്ചേക്കുന്നത്. ബുക്കൊക്കെ അടച്ചു ഇങ്ങോട്ട് നോക്കിയിരിക്കും. ഇതിന്റെ ഫസ്റ്റ് ടേം എത്ര? 5. ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര? 4. ഇതിന്റെ നമ്പർ ഓഫ് ടേംസ് എത്ര? എത്ര ടേമിന്റെ സമ്മ ചോദിച്ചേക്കുന്നേ? n ടേംസിന്റെ. അപ്പൊ ആൻസർ n. സമ്മ കണ്ടുപിടിക്കാൻ 2 ഫോർമുല ഇല്ലേ? അതിൽ ഏത് ഉപയോഗിക്കും നമ്മൾ? n ടേംസിന്റെ സമ്മ അതന്നെ. 2a + n - 1 × d n/2 × 2a + n - 1 × d. അതെന്താ അത് ഉപയോഗിക്കാൻ കാരണം? ലാസ്റ്റ് ടൈം നമുക്ക് അറിയത്തില്ല. അപ്പൊ പറഞ്ഞാട്ടെ. Sn = n/2 × 2a + n - 1 × d. ആണോ? അടുത്ത ആൻസർ. അപ്പോ n/2 ഞാൻ n/2 എന്ന് തന്നെ എടുത്തു. അതിന്റെ കാരണം നമ്പർ ഓഫ് ടൈംസ് നമുക്ക് അറിയത്തില്ല. 2 × a യുടെ വില 5 പ്ലസ് n - 1 × d യുടെ വില 4. അപ്പൊ n/2 × 2 × 5 10. ബ്രാക്കറ്റ് ഗുണിച്ചാട്ടെ. n × 4 4n -1 × 4 -4. സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല.
അപ്പോൾ n/2 ഇൻറ്റു 4n എടുത്ത് ആദ്യം എഴുതി. 10ൽ നിന്ന് 4 കുറച്ചാൽ 10ൽ നിന്ന് 4 കുറച്ചാൽ 6. ഇനി n/2 ഒന്ന് അകത്തോട്ട് ഗുണിച്ചേ. n/2 ഇൻറ്റു 4n പ്ലസ് n/2 ഇൻറ്റു 6. ഈ 2ഉം ഈ 4 കൂടെ വെട്ടിയാൽ 2 കിട്ടും. ഈ 2ഉം ഈ 6 കൂടെ വെട്ടിയാൽ 3 കിട്ടും. n ഇൻറ്റു 2 n ഇൻറ്റു n സ്ക്വയർ പ്ലസ് 3n. ഇതെവിടെയും കണ്ടുപരിചയമുണ്ടോ? ഇതെവിടെയും കണ്ടുപരിചയമുണ്ടോ? ഇവിടെ കണ്ടായിരുന്നു. നേരത്തെ ചെയ്തപ്പോ കിട്ടിയ ആൻസർ ഇത് തന്നെ. അപ്പൊ അവരുദ്ദേശിക്കുന്ന ആ രീതി ചെയ്യാനാണ്. ഈ പരീക്ഷ കൊണ്ട് ആ മെത്തേഡൊന്നും ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും പരീക്ഷയ്ക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഇങ്ങനെ ആരെങ്കിലും ചെയ്തായിരുന്നു? ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം എഴുതിയെടുത്താട്ടെ. അപ്പോൾ അടുത്ത ചോദ്യം ഹരിയണ്ണനാണോ ദേവണ്ണനാണോ? ദേവണ്ണൻ വായിച്ചാട്ടെ. അതിന്റെ ബി ക്വസ്റ്റ്യൻ. ഇരിക്കും. എല്ലാരും ബുക്കൊക്കെ അടച്ചു നോക്കാം, ശ്രദ്ധിച്ചിരിക്കാം. 14ന്റെ ബി പാർട്ട്, 14ന്റെ ബി പാർട്ട്, അതിന്റെ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. അവിടെ നിങ്ങൾക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 11, 13, 15 എക്സെട്ര. എന്തോ കണ്ടുപിടിക്കണ്ടേ? ദി ഓൾജിബ്രിക് ഫോം ഓഫ് സം ഓഫ് ഫസ്റ്റ് n ടൈംസ്. അർത്ഥം ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ n ടൈംസിന്റെ ആദ്യത്തെ n പദങ്ങളുടെ സമ്മിന്റെ തുകയുടെ ഓൾജിബ്രിക് ഫോം ആണ്, ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കേണ്ടത്. തെറ്റിക്കരുത്. ഓൾജിബ്രിക് ഫോം അല്ല, ബീജഗണിത രൂപം അല്ല ചോദിച്ചേക്കുന്നേ. എന്തിന്റെ ഓൾജിബ്രിക് ഫോം? സമ്മിന്റെ. അപ്പൊ നോക്ക, ഇവിടെ നിന്ന് നമുക്ക് ചില പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ എഴുതാം. പറഞ്ഞാട്ടെ, മിണ്ടുന്നില്ല. ഫസ്റ്റ് ടേം ഈക്വൽ x1 ഈക്വൽ 11. പിന്നെ കോമൺ ഡിഫറൻസ് ഈക്വൽ d ഈക്വൽ 13 മൈനസ് 11 സമം 2. സമ്മ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെ കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അല്ല, അത് വേണമെന്നില്ല. അതില്ലെങ്കിൽ നമുക്ക് സമ്മ കണ്ടുപിടിക്കാമല്ലോ. ലാസ്റ്റ് ടൈം ഇല്ലെങ്കിൽ സമ്മ കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ പിന്നെ ഇനി ആരെ കൂടെ വേണ്ടേ? ഒരാളെ കൂടെ വേണം. നമ്പർ ഓഫ് ടൈംസ് അങ്ങനെ വല്ല ചോദിച്ച് പറയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എഴുതുന്നു നമ്പർ ഓഫ് ടൈംസ് ഈക്വൽ പദങ്ങളുടെ എണ്ണം സമം n. നമ്മൾ എന്തായാലും എടുക്കുന്നു. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സമ്മ കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കും? Sn ഈക്വൽ n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അപ്പോ n/2 തന്നെ എഴുതി. എന്താ കാര്യം? n എത്രന്ന് അറിയത്തില്ല. വിഭാസെ, n എത്രന്ന് അറിയത്തില്ല. 2 ഇൻറ്റു എയുടെ വില 11 പ്ലസ് n-1 ഇൻറ്റു ഡിയുടെ വില ഈക്വൽ n/2 ഇൻറ്റു 2 ഇൻറ്റു 11 22. ബ്രാക്കറ്റ് ഗുണിച്ചേ. n ഇൻറ്റു 2 2n മൈനസ് 1 ഇൻറ്റു 2 -2 ഈക്വൽ n/2 ഇൻറ്റു 2n എടുത്ത് അതുപോലെ എഴുതി. 22 ന്ന് 2 കുറച്ചാൽ 20. n അകത്തോട്ട് ഗുണിച്ചേ. n/2 ഇൻറ്റു 2n പ്ലസ് n/2 ഇൻറ്റു 20. 2 2 കൂടെ വെട്ടി. n ഇൻറ്റു n സ്ക്വയർ. 2 20 കൂടെ വെട്ടി 10 n. ഇനി ബുക്ക് തുറന്ന് എങ്ങനെയാണോ ആൻസർ കിട്ടിയത് നോക്കി. ഇങ്ങനെ എന്തോ എ പേഴ്സൺ ഈസ് ആസ്ക്ഡ് ടു സേ എ നമ്പർ ഫ്രം ദി ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സ്. അർത്ഥം, ഒരാളിനോട് 1 തൊട്ട്
10 വരെയുള്ള നാച്ചുറൽ നമ്പറിൽ നിന്ന് എണ്ണൽ സംഖ്യയിൽ നിന്ന് ഒരു നമ്പർ പറയുവാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ അയാൾക്ക് എവിടം മുതൽ എവിടം വരെയുള്ള നമ്പർ പറയാം? 1, 2, 3 എക്സെട്ര എവിടം വരെയുള്ള നമ്പർ പറയാം? ഒന്നാമത്തെ ചോദ്യം. ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി ആഡ് ഈസ് 1/2 എന്ന്. ആഡ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഓടാണ്. എന്താണ് നല്ല ചോദ്യം കൊടുത്തേക്കുന്നേ? ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി ആടെന്നല്ല ഇവിടെ എഴുതി വെച്ചേക്കുന്നേ. അത് ആടല്ല, എന്താണ്? ഓടാണ്. അയാൾ പറയുന്ന നമ്പർ ഓഡ് നമ്പർ ആകാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? എത്രയാണ്? 1/2. എനിക്ക് എല്ലാം കൂടെ എഴുതണ്ട, പറഞ്ഞാൽ മതി. ഓഡ് നമ്പർ ആകണമെങ്കിൽ അയാൾക്ക് ഏതൊക്കെ നമ്പർ പറയാം? 1, 3, 5, 7, 9. എത്ര നമ്പര്? 5 നമ്പർ. മൊത്തം എത്ര നമ്പരാ ഉള്ളത്? 10. അപ്പൊ പ്രോബബിലിറ്റി 5/10 വെട്ടി എഴുതുമ്പോ 1/2. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സംഗതി ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്. ഓക്കെ, രണ്ടാമത്തെ വായിച്ചാട്ടെ. ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി എ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് വെച്ചാ അയാൾ പറയുന്ന നമ്പർ 3ന്റെ മൾട്ടിപ്പിൾ, വിഭാസേ 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത. എല്ലാരും ബുക്കടച്ച് വെച്ചേ. അപ്പൊ അയാൾക്ക് ഏതൊക്കെ നമ്പർ പറയാം? 3, 6, 9. എത്ര നമ്പര്? 3 നമ്പർ. അപ്പൊ പ്രോബബിലിറ്റി 3/10. അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 3 3ന്റെ ഗുണിതമാകാനുള്ള സാധ്യത 3/10 ആണ്. അങ്ങനെ 3/10 എന്നാണ് പറഞ്ഞേക്കുന്നത് അവിടെ? അല്ല. അപ്പൊ അതെന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, അടുത്ത വായിച്ചോട്ടെ. ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി എ പ്രൈം ഈസ് 2/5. അതൊരു പ്രൈം നമ്പർ ആകാനുള്ള സാധ്യത 2/5 ആണ്. നോക്കാം. 1 മുതൽ 10 വരെയുള്ള നമ്പറുകളിലെ പ്രൈം നമ്പറുകൾ ഏതൊക്കെയാ? അഭാജ്യ സംഖ്യ ഏതൊക്കെയാ? അടുത്ത 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. എത്ര പേരുണ്ട് മൊത്തം? 4. അപ്പൊ ആൻസർ 4/10. വെട്ടി എഴുതാമല്ലോ. 2, 2, 4, 2, 5, 10. ആ 2/5 അല്ലേ ഇവിടെ തന്നേക്കുന്നേ. അപ്പൊ ഇത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്, ട്രൂ ആണ്. ഓക്കെ, അടുത്ത പറഞ്ഞാട്ടെ. ദ പ്രോബബിലിറ്റി ഫോർ ദ നമ്പർ ടു ബി എ പെർഫെക്റ്റ് സ്ക്വയർ. അയാൾ പറയുന്ന നമ്പർ എന്താകാനുള്ള സാധ്യത? പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള സാധ്യത എത്രയാണ്? എത്ര? 1/4. എത്രയാണ്? എന്തുവായിരുന്നു പെർഫെക്റ്റ് സ്ക്വയർ അഥവാ പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ? നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യകളുടെ സ്ക്വയറുകൾ, വർഗങ്ങൾ. ഈ 1 തൊട്ട് 10 വരെയുള്ളവരിൽ അങ്ങനെ ആരൊക്കെ ഉണ്ട്? 1ന്റെ സ്ക്വയറായ 1 ഉണ്ട്, 2ന്റെ സ്ക്വയറായ 4 ഉണ്ട്, 3ന്റെ സ്ക്വയറായ 9 ഉണ്ട്. 4ന്റെ സ്ക്വയറായ 16 ഉണ്ടോ അരോഷേ? ഇല്ല. അപ്പൊ എത്ര പേരുണ്ട് അരോഷേ? എത്ര പേരുണ്ട്? 3 പേര്. അപ്പൊ ആൻസർ 3/10. നമ്മുടെ ഉത്തരം എത്ര? 1/4. അപ്പൊ അതും ഫോൾസ് അല്ലേ? അതും ഫോൾസ് ആണോ? ശരി, ഇനി ഓരോ ഓപ്ഷൻ ആയിട്ട് വായിച്ചാട്ടെ. 1 and 2 are true. 1ഉം 2ഉം ശരിയാണ്. ശരിയാണോ? 2, 1 and 3 are true. ശരിയാണോ? ശരിയാണോ? ഓക്കെ. 2 and 3 are true. ശരിയാണോ? അല്ല. 3 and 4 are true. ശരിയാണോ? അല്ല. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ? 1 and 3 are true എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ്. അങ്ങനെയാണോ ഉത്തരം കിട്ടിയേക്ക്? നോക്കിക്കേ. അങ്ങനെയാണോ ഉത്തരം കിട്ടിയിരിക്കുന്നത്? ഹലോ, അങ്ങനെയാണോ ഉത്തരം കിട്ടിയിരിക്കുന്നത്? ആണോ? ശരി. എത്ര? 16ാമത്തെ ചോദ്യം നമ്മുടെ ശരൺ സാർ എന്ന് വായിച്ചാട്ടെ. ഇരിക്കും. ചോദ്യം ഇതാണ്. കൺസിഡർ ഓൾ 3 ഡിജിറ്റ് നമ്പേഴ്സ്. നമുക്ക് എങ്ങനെയുള്ള നമ്പരാ വേണ്ടത്? 3 ഡിജിറ്റ് നമ്പരാണ് വേണ്ടത്. 3 ഡിജിറ്റ് ഉള്ള നമ്പരാണ് വേണ്ടത്. ദാറ്റ് ക്യാൻ ബി റിട്ടൺ ബൈ യൂസിങ് ദ ഡിജിറ്റ്സ്. പക്ഷെ ആ 3 ഡിജിറ്റ് നമ്പർ ഉണ്ടല്ലോ, 3 അക്ക സംഖ്യ,
അവരെ എഴുതാനായിട്ട് ആരെയൊക്കെയാ ഉപയോഗിക്കേണ്ടത്? 2-വിനെയും 5-നെയും 7-നെയുമാണ് ഉപയോഗിക്കേണ്ടത്. കണ്ടീഷൻ ഉണ്ട്, വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? ഡിജിറ്റ് ആവർത്തിക്കാൻ പാടില്ല. ഇഫ് വൺ നമ്പർ ഈസ് ടേക്കൺ ഫ്രം ദിസ്, അതിൽ നിന്ന് നമ്മൾ എന്തെടുക്കുന്നു? ഒരു നമ്പർ എടുക്കുന്നു. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 500? ആ നമ്പര് എത്രനേക്കാൾ വലുതാകാനുള്ള, 500-നേക്കാൾ വലുതാകാനുള്ള സാധ്യത എന്താണ്? ചോദ്യം മനസ്സിലായോ എല്ലാവർക്കും? ഹലോ, ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ആദ്യം ഇത് വെച്ച് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാതെ എത്ര നമ്പർ എഴുതാമെന്ന് നോക്കണ്ടേ? പറഞ്ഞാട്ടെ. 2, 5, 7, 257. ഇനി 2 അവിടെ നിർത്തിക്കൊണ്ട് ഇവരെ രണ്ടുപേരെ മാറ്റുക. 2, 7, 5, 275. ഇനി 2 തുടങ്ങുന്ന വല്ല നമ്പരും പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്തത് ആരെ സെറ്റ് ചെയ്യുക? 5 ആദ്യം എഴുതി. 5, 2, 5, 2. അടുത്തത് 5, 7, 2, 3, 4. ഇനി അടുത്തത് 7, 2, 5. അടുത്തത് ആറാമത്തെ 7, 5, 257, 275, 527, 572, 725, 752. മൊത്തം എത്ര നമ്പര്? 6 നമ്പർ. ഇനി ചോദ്യം, ഇതിൽ നമ്മളൊരു നമ്പർ എടുക്കുന്നു. ആ നമ്പർ എത്രനേക്കാൾ വലുതാകാനുള്ള സാധ്യത? 500-നേക്കാൾ വലുതാകാനുള്ള സാധ്യത. അപ്പൊ 257 എടുക്കാൻ പറ്റുമോ? 275 ഇല്ല. 527 എടുക്കാം. 572 പറ്റും. 725 പറ്റും. 752 പറ്റും. അപ്പൊ എത്ര പേര്? 4 പേര്. അപ്പൊ പ്രോബബിലിറ്റി സാധ്യത 4/6. വെട്ടി എഴുതിയാൽ 2, 2, 4, 2, 3, 6. സോ ദി ആൻസർ ഈസ് 4/6 അഥവാ 2/3. ഇതിൽ ഏതെങ്കിലും ഓപ്ഷൻ അതിലുണ്ടോ? ഉണ്ട്. ഏതാ? 4/6. എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം.